വിമർശകർ പല ആക്ഷേപങ്ങളും പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ അവർ പറഞ്ഞു, കാലു വസൗത്ത, നീ ഒരു യുദ്ധക്കൊതിയനാണെന്ന്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് യുദ്ധക്കൊതിയനാണെന്നാണ് പറഞ്ഞത്. റസൂലുള്ളാഹി മാ ബുഇസു, എന്നാൽ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ ഇവിടെ നിയോഗിക്കപ്പെടുന്നില്ല. ഈ ഖത്ലി നഫ്സിൻ, ഇവിടെ ഏതെങ്കിലും ഒരാളെ കൊല ചെയ്യാൻ വേണ്ടിയോ ഔ സഫ്കി ദമി, അല്ലെങ്കിൽ ഇവിടെ രക്തചരിശകൾ ഉണ്ടാക്കാൻ വേണ്ടിയോ ഒന്നുമല്ല പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടുള്ളത്. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് തന്നെ വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചത് എന്താ? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഇവിടെ മുസ്ലിങ്ങൾക്ക് അനുഗ്രഹം കൊണ്ട് നിയോഗിക്കപ്പെട്ടതല്ല, അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്ക്, മനുഷ്യർക്ക് അനുഗ്രഹം കൊണ്ട് നിയോഗിക്കപ്പെട്ടതല്ല. ഇവിടുത്തെ ജീവിയുള്ളതും ജീവില്ലാത്തതുമായ ഏതെല്ലാം വസ്തുക്കളുണ്ടോ ഈ ലോകത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത എല്ലാ വസ്തുക്കളും അവർക്ക് അനുഗ്രഹമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിയോഗിക്കപ്പെട്ടത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ 23 വർഷ കാലഘട്ടത്തിനുള്ളിലായിട്ട് ഇവിടെ പഠിപ്പിച്ച പ്രധാനപ്പെട്ട തത്വങ്ങളിൽപ്പെട്ട ഒന്നാണ്. എല്ലാ അല്ലാഹുവിൻ്റെ ചരാചരങ്ങളോടും കൃപ കാണിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ എല്ലാ ചരാചരങ്ങളോടും പൂർണ്ണമായി കൃപ കാണിച്ചുകൊണ്ട് ജീവിച്ച വലിയ മഹാനായിരുന്നു. അങ്ങനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു, ഖാലു വസൗത്ത്, നബിയെ തങ്ങൾ യുദ്ധക്കൊതിയനാണെന്ന് നബിയെ പറ്റി വിമർശകർ പറഞ്ഞു. അപ്പോൾ വിശുദ്ധമാവുന്ന ഈ ദീനിനെ മനസ്സിലാക്കാത്ത ആളുകൾ, അല്ലെങ്കിൽ ഈ മതത്തിലുള്ള ചില ആളുകൾ ചെയ്തു കൂട്ടുന്ന ഏതെങ്കിലും നിലക്കുള്ള മോശമായ പ്രവണതകൾ അത് കാണുമ്പോൾ അതൊക്കെ ആ മതത്തിൻ്റെ പേരിലേക്ക് വെച്ച് കിട്ടുന്നതായ ഒരു സമ്പ്രദായം, അത് അവസാനിപ്പിക്കണം. മതത്തിൻ്റെ ആശയങ്ങൾ, മതത്തിൻ്റെ തത്വങ്ങൾ അതെന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. വിശുദ്ധമാവുന്നതായ ഇസ്ലാം, അതിൻ്റെ ആശയങ്ങളും അതിൻ്റെ തത്വങ്ങളുമൊക്കെ വളരെ പവിത്രമായതാണ്. ഇവിടെ ഏതെങ്കിലും ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ പാടില്ല എന്നാണ്. ഒരു ഉറുമ്പിനെ പോലും നമ്മൾ നോവിക്കാൻ പാടില്ല. ഉറുമ്പിനെ എന്നല്ല, ഒരു ചെടിനെ പോലും നോവിക്കാൻ പാടില്ല. ആ നിലക്കുള്ള വളരെ വിശുദ്ധമായ ഒരു തത്വമാണ് വിശുദ്ധ ദീൻ. അത് ഇവിടെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ നിലയ്ക്ക് ജീവിച്ചവരാണ് യഥാർത്ഥ മുസ്ലിങ്ങൾ. അതുകൊണ്ടാണല്ലോ ഇവിടെ പല മുസ്ലിങ്ങളുടെ പല ആളുകളും വിശുദ്ധമാവുന്നതായ ദീനിൻ്റെ പ്രചരണത്തിന് വേണ്ടി പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ഇവിടെ വന്നു. അവരെ സ്വീകരിച്ചതാര? ഇവിടുത്തെ അന്നുണ്ടായിരുന്ന ഹൈന്ദവരൊക്കെയാണ്. സ്വീകരിക്കുക മാത്രമല്ല ചെയ്തിട്ടുള്ളത്, അവർക്ക് പള്ളിക്കും മറ്റും വേണ്ടി ഏക്കർ കണക്കിന് സ്ഥലങ്ങളാണ് അവർ അന്നത്തെ രാജാക്കന്മാരും ബന്ധപ്പെട്ടവരും നൽകിയിട്ടുള്ളത്. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. അവർക്ക് പള്ളി നിർമ്മിക്കാൻ ആവശ്യമാവുന്ന മരം കൊടുത്തു, അതിനാവശ്യമാവുന്ന കല്ല് കൊടുത്തു, അതിനാവശ്യമാവുന്ന തൊഴിലാളികളെ കൊടുത്തു. എന്തുകൊണ്ടാണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നിട്ട് പകർന്നതായ ആ വിശുദ്ധി അവരിലും കാണപ്പെട്ടു. ഇവർ മനസ്സിലാക്കി, ഇവിടുത്തെ ആളുകൾ മനസ്സിലാക്കി, ഈ വന്നവരൊരു കുഴപ്പക്കാരല്ലാന്ന്. ഇവരിവിടെ യുദ്ധം ചെയ്യാൻ വന്നവരോ, അല്ലെങ്കിൽ ആരെങ്കിലും പിടിച്ചു കൊല്ലാൻ വന്നതോ, അല്ലെങ്കിൽ കവർച്ചയ്ക്ക് വേണ്ടി വന്നതോ, അല്ലെങ്കിൽ കക്കാൻ വേണ്ടി വന്നവരോ, അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും മോശമായ പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടി വന്നവരൊന്നുമല്ല. ഇവിടുത്തെ ഏതെങ്കിലും ഇവിടെയുള്ള ഈ മതം അല്ലെങ്കിൽ അവരെ വിശ്വാസം അതിനെ തകർക്കാൻ വേണ്ടി വന്നവരല്ല. അവരവരെ വിശ്വാസം അത് പ്രചരിപ്പിക്കണം, അവരവരെ വിശ്വാസം അനുസരിച്ച് ജീവിക്കണം. മറ്റുള്ളവരോട് എല്ലാ നിലക്കും സ്നേഹവും ആദരവും ബഹുമാനമൊക്കെ അത് കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. അപ്പം അങ്ങനത്തെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് മോശമാവുന്നതായ ആക്ഷേപങ്ങളും ആരോപണങ്ങളും പറഞ്ഞും കൊണ്ടിട്ട് ഇവിടെ മതങ്ങൾ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി, ഇപ്പോൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും നല്ല സന്തോഷത്തിൽ ചെയ്യുന്നവരാണ് അവർ. പ്രത്യേകിച്ച് ഈ ഭാഗത്തൊക്കെ ധാരാളം ക്രിസ്ത്യാനികൾ താമസിക്കുന്നതായ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു ചടങ്ങാണ്, അവരെ ഒരു ഒന്നാണ് ക്രിസ്തുമസ്.
ആ ക്രിസ്തുമസ് അവർ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതായ അവരുടെ ഒരു പെരുന്നാൾ അല്ലെങ്കിൽ അവരുടെ മതത്തിൻ്റെ ഒരു ഭാഗമാണ്. അതാണല്ലോ ഇവിടെ മന്ത്രി തന്നെ അതിൽ ക്രിസ്തുമസിനെ സ്വാഗതം ചെയ്തു. അപ്പോൾ എല്ലാ മതത്തിൻ്റെ ആളുകളും അവരുടെ മതങ്ങളനുസരിച്ച് ജീവിച്ചു കൊണ്ടിട്ട് ഈ രാജ്യത്ത് ഇവിടെ സമാധാനം ഉണ്ടാവണം. സമാധാനം ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ ജീവിക്കാൻ കഴിയും. ഇപ്പോൾ എന്താ വസയിലൊക്കെ നടക്കുന്നത്? മറ്റുള്ള പല രാജ്യങ്ങളിലും അവിടുത്തെ ആളുകൾ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ജീവിക്കുന്നത്. കാരണം ശരിയായ ഒരു നേതൃത്വം അവർക്കില്ല. ഒന്ന്, മറ്റുള്ള പല നിലക്കുള്ളതായ മോശമായ നിലക്കുള്ള പല കുറ്റങ്ങളും അവരിലേക്ക് ചാർത്തി കൊണ്ടിട്ട് അവരെ ഉപദ്രവിക്കപ്പെടുന്നതായ ഒരു പ്രവണതയാണ് ലോകത്ത് പല സ്ഥലത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ. അങ്ങനെ ഓരോ രാജ്യവും ആ രാജ്യത്തിൻ്റെ സമാധാനവും അവിടുത്തെ സന്തോഷവും ഒക്കെ തകർക്കപ്പെടുകയാണ്. തീവ്രവാദം കൊണ്ടിട്ടും ഭീകരവാദം കൊണ്ടിട്ടും വർഗീയത കൊണ്ടൊക്കെ ഉണ്ടായിത്തീരുന്നത്. നമ്മൾ ഈ കേരളത്തിൽ ഇവിടെ ഹിന്ദുക്കൾ ജീവിക്കണം, ഇവിടെ മുസ്ലിങ്ങൾ ജീവിക്കണം, ഇവിടെ ക്രിസ്ത്യാനികൾ ജീവിക്കണം, മറ്റുള്ള മതസ്ഥരൊക്കെ ഇവിടെ ജീവിക്കുന്നുണ്ട്. ഇവരൊക്കെ ഈ രാജ്യത്തിൻ്റെ നന്മ എന്നുള്ളത് അവരൊരു പൊതുതത്വമാണ്. എല്ലാ മനുഷ്യരുടെയും ഈ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാവരും ഒരു പൊതുതത്വമാണ്. ഇവിടെ ജനാധിപത്യം നിലനിൽക്കണം, മതേതരത്വം നിലനിൽക്കണം, മതസൗഹാർദ്ദം നിലനിൽക്കണം, മനുഷ്യർ തമ്മിലുള്ളതായ ഈ ഐക്യം ഇവിടെ നിലനിൽക്കണം എന്നത് ഇവിടെ ജീവിക്കുന്ന അത് മതമുള്ളവനാണെങ്കിലും മതമില്ലാത്തവരാണെങ്കിലും എല്ലാവരും തത്വം അതാണ്. ആ നിലക്കുള്ള തത്വമാണ് ഇസ്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയൽവാസിനോട് അവനിക്ക് കരുണ കാണിക്കുകയും അവൻ്റെ കാര്യത്തിൽ പ്രത്യേകമായി കൊണ്ട് ശ്രദ്ധ പതിപ്പിക്കണം എന്നൊക്കെ മഹാനാവുന്ന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നോട് വന്ന് പറയാറുണ്ടായിരുന്നു. അവനക്ക് അനന്തരം കൊടുക്കേണ്ടി വരുമെന്ന് വരെ ഞാൻ ധരിച്ചു പോയിരുന്നു. ഈ നബി വചനത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹത്തുക്കളാവുന്ന പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതെന്താ? നിൻ്റെ അയൽവാസി നിൻ്റെ വിശ്വാസക്കാരനാവട്ടെ, അതല്ല നിൻ്റെ എതിലുള്ള വിശ്വാസക്കാരനാവട്ടെ, അല്ലെങ്കിൽ വിശ്വാസമില്ലാത്തവനാവട്ടെ. അങ്ങനെയുള്ളൂ. ചിലർക്ക് വിശ്വാസം ഉണ്ടാവും, ചിലർക്ക് വിശ്വാസം ഉണ്ടാവില്ല. ചിലർ നിൻ്റെ വിശ്വാസക്കാരായിരിക്കും, ചിലർ നിൻ്റെ വിശ്വാസക്കാരായിക്കൊള്ളുന്നില്ല, മറ്റു പല വിശ്വാസക്കാരായിരിക്കും. അവൻ നിൻ്റെ ശത്രു ആവട്ടെ, അതല്ലെങ്കിൽ നിൻ്റെ സുഹൃത്താവട്ടെ. നിൻ്റെ ശത്രു ആയാലും വേണ്ടില്ല, സുഹൃത്തായാലും വേണ്ടില്ല. ശത്രുവാണെങ്കിലും നീ അവനക്ക് ഗുണം ചെയ്യാതിരിക്കരുത്. അതാണ് ശത്രു ആവട്ടെ, നിൻ്റെ സുഹൃത്താവട്ടെ, അതല്ല അവൻ സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ. നിൻ്റെ അയൽവാസി നിൻ്റെ നാട്ടുകാരനാവട്ടെ അല്ല വിദേശിയാവട്ടെ. നമ്മളെ അയൽവാസി ചിലപ്പോൾ നമ്മളെ നാട്ടുകാരനായിക്കൊള്ളുന്നില്ല. വിദേശത്ത് ആരെയും വന്ന് താമസിച്ചവരും ആവാം നമ്മളെ അയൽവാസി, അല്ലെങ്കിൽ വാടകയ്ക്ക് താമസിക്കുന്നവരും ആവാം. അങ്ങനെയാവട്ടെ. അതല്ല അവൻ കുട്ടിയാവട്ടെ, വലിയവനാവട്ടെ, സ്ത്രീ ആവട്ടെ, പുരുഷനാവട്ടെ, ഏത് നിലക്കുള്ളവനാണെങ്കിലും നിൻ്റെ അയൽവാസിയാണോ? ആ അയൽവാസിനെ എത്ര വീടുകൾ വരെ പരിഗണിക്കാമെന്ന് വരെ വിശുദ്ധമാവുന്ന ദീൻ, അതിന് ഇസ്ലാം ദീൻ അതിനെന്താക്കി നിർവഹിച്ചു. ഓരോ ഭാഗത്തും 40 വീട് വരെ ഉള്ളത് നിൻ്റെ അയൽവാസിയാണെന്ന് പ്രഖ്യാപിച്ചു. ആ നിലക്ക് ഓരോ ഭാഗത്തും 40 വീട് വരെയുള്ള ആളുകൾ, ആ ഭാഗത്ത് 40, ഈ ഭാഗത്ത് 40, ഈ ഭാഗത്ത് 40, ഈ ഭാഗം, ഇതൊക്കെ നിൻ്റെ അയൽവാസി തന്നെയാണ്. ആ നിലക്ക് അയൽവാസികളെ പരിഗണിച്ചു കൊണ്ടിട്ട് അവൻ ഏത് സ്വഭാവക്കാരനാണെങ്കിലും അവനിലേക്ക് നീ എന്താക്കണം, ഗുണം ചെയ്യണം. അവൻ ഒരു പഴമൊഴിയുണ്ട് അറബി ഭാഷയിൽ, ഒരു ദാരിൽ ജാറ ഖബ്ലൽ ദാർ. ഒരു വീട് വാങ്ങുമ്പോൾ ആദ്യമായും കൊണ്ട് ആ വീടിൻ്റെ അയൽവാസി ആരാന്നാണ് നീ പഠിക്കേണ്ടത് എന്നാണ്. വീടിൻ്റെ അയൽവാസി ആരാണോ അതിനേക്ക് ഒത്തു പോകാൻ പറ്റുന്നവനാണോ, അല്ലേ അവനെ കൊണ്ട് വല്ല ഉപദ്രവം ഉണ്ടാവുമോ ഇല്ലേ, അവൻ ഏത് മതക്കാരനാണെന്നല്ല പഠിക്കണം എന്നല്ല പറഞ്ഞത്. അപ്പം മുസ്ലിമാണോ, നീ മുസ്ലിമാണെങ്കിൽ മുസ്ലിമായ അയൽവാസിയാണ് നീ ഉണ്ടാക്കണം എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ആ അയൽവാസിനെ പറ്റി നീ പഠനം നടത്തണം. അവൻ നിനക്ക് ഒരു അയൽവാസി എന്നുള്ള നിലക്ക് അവനുമായി ഒത്തുപോകാൻ പറ്റുമോ ഇല്ല എന്നുള്ളതുണ്ട്. അപ്പം അത്രമാത്രം അയൽവാസികളോട് എന്നല്ല, ഇവിടുത്തെ എല്ലാ മനുഷ്യരോടും അങ്ങനെയാണ്. പ്രയോഗങ്ങൾ തന്നെ അങ്ങനെയാണ്. ഇത് പരിശുദ്ധ ദീനിൻ്റെ പല പ്രയോഗങ്ങളും അങ്ങനെയാണ്. മനുഷ്യരോട് താൻ. അപ്പം അത് മനുഷ്യർ ഏത് വിശ്വാസക്കാരായാലും അവർക്ക് നമ്മളെ കൊണ്ട് ഒന്നും ഒരു അനർത്ഥം ഉണ്ടാവാൻ പാടില്ല. ആ നിലക്ക് വിശുദ്ധമാവുന്നതായ ഈ നിലപാടുകളും ഈ തത്വങ്ങളൊക്കെ അനുസരിച്ച് പ്രവർത്തിക്കുന്നതായ ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതോടൊപ്പം ഇസ്ലാമിൻ്റെ തനതായ വിശ്വാസം,
ആ വിശ്വാസത്തിലും ഇതുപോലെ കൈകടത്തലുകളൊക്കെ നടത്തപ്പെട്ടിട്ടുണ്ട്, പലരും നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു നിലക്കും അതിന് ശരിയായ ആ വിശ്വാസം സംരക്ഷിക്കപ്പെടേണ്ടതായ ചില മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങളിൽ കൂടി ലഭിക്കപ്പെടുമ്പോഴാണ് അതിനെ സംരക്ഷിക്കപ്പെടേണ്ടത്. അപ്പോൾ ആ മാർഗങ്ങൾ പരിശോധിച്ച് ആ ശരിയായ വഴിയിൽ കൂടി ലഭിക്കപ്പെട്ട വിശ്വാസങ്ങളാണെങ്കിൽ, ആചാരങ്ങളാണെങ്കിൽ, കർമ്മങ്ങളാണെങ്കിൽ ഇതിനെ സംരക്ഷിക്കപ്പെടണം. അതിനെ സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാണ്. അതിനെ സംരക്ഷിക്കാൻ ആവശ്യമാവുന്ന സഹായങ്ങളും നമുക്ക് മറ്റുള്ളവരിൽ നിന്നുണ്ടാവണം. അപ്പം നാളെ ഞാൻ പത്രസമ്മേളനം നടത്തുമ്പോൾ എന്നോട് ചോദിച്ചു, മുസ്ലിങ്ങൾക്ക് സ്വന്തം എന്താവുന്ന ഒരു ഐക്യപ്പെടലുണ്ടായിക്കൂടെ എന്ന്. ഞാൻ പറഞ്ഞു, മുസ്ലിങ്ങൾ സ്വന്തം ഐക്യപ്പെടലല്ല വേണ്ടത്. ഇവിടെ മുസ്ലിങ്ങൾ സ്വന്തം ഐക്യപ്പെട്ടുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ഇവിടെ വേറെ ഉള്ള മറ്റുള്ള ജാതി മതക്കാരെന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഐക്യപ്പെടാൻ കഴിയും. ഇവിടെ നമ്മൾ മനുഷ്യരാണ്, മനുഷ്യരെന്നുള്ള നിലക്ക് നമ്മളെല്ലാവരും എന്താകണം, ഐക്യപ്പെടും. അതാണ് ഇവിടെ വേണ്ടത്. ഈ രാജ്യത്ത് വേണ്ടത് അതാണ്. മനുഷ്യരെന്നുള്ള നിലക്ക് മാനുഷികമായുള്ളതായ മുസ്ലിങ്ങൾ എന്നുള്ള നിലയ്ക്ക് നമ്മളെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. അത് സംരക്ഷിക്കപ്പെടാൻ നമ്മൾ കൊണ്ട് മാത്രം സാധിക്കൂലത്. അത് സംരക്ഷിക്കപ്പെടാൻ ഈ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യരുടെയും സഹായം നമുക്ക് ആവശ്യമാണ്. അതോടുകൂടെ ഗവൺമെൻറ്റിൻ്റെ സഹായം നമുക്ക് ആവശ്യമാണ്, പ്രതിപക്ഷ കക്ഷികളുടെ സഹായം നമുക്ക് ആവശ്യമാണ്. അങ്ങനെ എല്ലാവരും സഹായിച്ചാലേ നമുക്ക് നമ്മുടേതായ വിശ്വാസങ്ങളും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ആചാരങ്ങളും നമുക്കുള്ളതായ കർമ്മങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടാൻ സാധിക്കുകയുള്ളൂ. ആ നിലക്ക് ഇതിനെ സംരക്ഷിക്കപ്പെടാൻ ആവശ്യമായ നിലക്കുള്ള എല്ലാ സഹകരണങ്ങളും ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുണ്ടാവണം. അതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് അതിന് പ്രത്യേകമാവുന്ന ഒരു രാഷ്ട്രീയമല്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുള്ള അണികൾക്ക് അവർ താല്പര്യപ്പെടുന്ന രാഷ്ട്രീയ കക്ഷികൾ പ്രവർത്തിക്കാം. സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് പ്രത്യേകമാവുന്ന ഒരു രാഷ്ട്രീയം. പക്ഷേ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ കക്ഷികളോടും നമുക്ക് യാതൊരു വിരോധവുമില്ല. ഇവിടെ മന്ത്രി ഇരിക്കുന്നുണ്ട്, മൂപ്പര് ഭരണകക്ഷി LDFൻ്റെ നേതാവാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവർ UDFൻ്റെ നേതാവാണ്. പ്രത്യേകിച്ച് ഞാൻ ആദ്യമായിട്ട് തിരുവഞ്ചൂരിനെ പരിചയപ്പെടുന്നത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഞാൻ കോട്ടുമല ബാബു മുസ്ലിയാർ, ചെറുശ്ശേരി നന്ദി മുസ്ലിയാർ, ഞങ്ങളടക്കമുള്ള ഒരു 5-6 ആളുകൾ ഉമ്മൻചാണ്ടിനെ കാണാൻ വേണ്ടി ചെന്നു. അന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും കാണേണ്ട ഒരാവശ്യമുണ്ടായിരുന്നു, ആഭ്യന്തരമന്ത്രി എന്നുള്ളത്. അപ്പോൾ അന്ന് മൂപ്പര് ഞങ്ങൾ സന്ദർശിച്ചു. അന്നാണ് ആദ്യമായിട്ട് മൂപ്പരെ പരിചയപ്പെട്ടത്. അത് മൂപ്പർക്ക് ഇപ്പോൾ ഓർമ്മ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അന്ന് മുതൽ ആ ബന്ധം ഇങ്ങനെ കാണുമ്പോഴൊക്കെ എല്ലായിടത്തും ചിരിക്കലും പറയലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും, പ്രത്യേകിച്ച് പ്രബലമാവുന്ന രാഷ്ട്രീയ കക്ഷികൾ ഭരിക്കുന്നവർ, അതങ്ങനെയല്ലോ. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഭരണം മാറി വരാമല്ലോ. അപ്പോൾ മാറി വരുന്ന ഗവൺമെൻറ്റുകളിലൊക്കെ സഹായങ്ങൾ നമ്മൾക്ക് വേണ്ടി വരും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ കുനിയ സമ്മേളനം നടക്കുമ്പോൾ അവിടെ ചില പ്രത്യേക ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇന്നലെ ഞാൻ അവിടുന്ന് CM-നോട് സംസാരിച്ചു. അതായത് അവിടുന്ന് റിജക്റ്റായ ഒരു ഫയലുണ്ട്, അത് ഇങ്ങോട്ട് ഇനി വരേണ്ടത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ അതിന് വേണ്ടത് നിങ്ങൾ ചെയ്തു തരണം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം രാജ്യം ഭരിക്കുന്ന കക്ഷികൾ ഏതായാലും ആ കക്ഷികളോട് നമുക്ക് ചില ആവശ്യങ്ങളൊക്കെ നേടിയെടുക്കാനുണ്ടാവും. മാത്രമല്ല മുസ്ലിങ്ങൾ അടക്കമുള്ള മതന്യൂനപക്ഷങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ ഇവിടെ സംരക്ഷിക്കപ്പെടണം. മതന്യൂനപക്ഷങ്ങൾ മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളായാലും അവർക്കുള്ള ആവശ്യങ്ങൾ ഇവിടെ സംരക്ഷിക്കപ്പെടണം. ഇവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ യാതൊരു എതിരൊന്നുമില്ല. ഇവിടെ ചില ആളുകൾ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കണം. ചില ആളുകൾ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കാരണം അതിന് ചില പ്രത്യേക താല്പര്യങ്ങളും അവർക്ക് ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ആ ലക്ഷ്യം അത് സാക്ഷാത്കരിക്കപ്പെടാതിരിക്കാം. വെച്ചാൽ വലിയ വിർണ്ണാണ് ഉണ്ടായിത്തീരുന്നത്. ആ വിർണ്ണം പിന്നെ നമുക്ക് ഉണക്കാം. അപ്പോൾ രാജ്യത്തുള്ള ഈ സമാധാനവും സ്നേഹവും സന്തോഷമൊക്കെ ഇവിടെ നിലനിൽക്കണം. ഇവിടെ മുസ്ലിങ്ങൾ ജീവിക്കണം, ഇവിടെ ഹിന്ദുക്കൾ ജീവിക്കണം, ഇവിടെ ക്രിസ്ത്യാനികൾ ജീവിക്കണം. ഇനി വേറെ ഏത് മതങ്ങളുണ്ടെങ്കിലും ആ മതങ്ങൾക്കൊക്കെ ഇവിടെ വന്ന് ജീവിക്കാം. അവരെ മതം അനുസരിച്ച് അവർക്ക് ഇവിടെ അവരുടെ കർമ്മങ്ങളും അവരുടെ വിശ്വാസങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കണം. അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരേണ്ടത് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളാണ്.
അത് ഭരണപക്ഷത്താണെങ്കിലും പ്രതിപക്ഷത്താണെങ്കിലും അവർ ചെയ്തു തരേണ്ടവരാണ്. അവർക്ക് ചെയ്യാൻ കഴിയുന്നത് പരമാവധി അവർ ചെയ്തു തരണം. ആ നിലക്ക് ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ഈ രാജ്യത്തിൻ്റെ ഒരുമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ഈ രാജ്യത്തിൻ്റെ സൗഹാർദ്ദം പ്രവർത്തിക്കുകയും ഈ രാജ്യത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുമാണ് നമ്മൾ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് പല വിദ്യാഭ്യാസ പദ്ധതികളുണ്ട്. ഒരു വിദ്യാഭ്യാസ സംവിധാനം മാത്രമല്ല, പല വിദ്യാഭ്യാസ സംവിധാനങ്ങളുണ്ട്. ഈ വിദ്യാഭ്യാസ സംവിധാനമൊക്കെ എന്തിനു വേണ്ടിയാണ്? ഇവിടുത്തെ മക്കൾ പഠിച്ച് അവർ ഈ രാജ്യത്തിന് ഉപകരിക്കുന്നതായ പൗരന്മാരാവണം. അങ്ങനത്തെ പൗരന്മാരുണ്ടാക്കി തീർക്കാൻ വേണ്ടിയാണ് ഈ ഇതുപോലുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങളൊക്കെ. പറഞ്ഞല്ലോ, ഏകദേശം 11,000-ത്തിലധികം മദ്രസകൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക്. ഒരുപാട് അറബി കോളേജുകളുണ്ട്, ഒരുപാട് മറ്റ് കോളേജുകളുണ്ട്, ഒരുപാട് പള്ളി ദർസുകളിൽ മദ്രസ, ഇതിലൊക്കെ പഠനം നടത്തിക്കൊണ്ട് കുട്ടികളെ അവരെ തീവ്രതയിലേക്കും ഭീകരവാദത്തിലേക്കൊക്കെ പോകുന്നതിനെ തൊട്ട് പൂർണ്ണമായി കടിഞ്ഞാണിട്ടുകൊണ്ടിട്ട് പ്രവർത്തിക്കപ്പെടുന്നതായ സ്ഥാപനങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ടാണ് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഏത് ഗവൺമെൻറ് വന്നാലും സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരാവശ്യം അവരോട് ഉന്നയിച്ചാൽ പരമാവധി അത് അവർക്ക് ചെയ്തു തരാൻ പറ്റുന്നതാണെങ്കിൽ അവർ ചെയ്തു തരാൻ തന്നെ ചെയ്യും. അത് ഏത് ഗവൺമെൻറ്റും ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ ആ നിലക്ക്, കാരണം എന്തുകൊണ്ട്, സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ മനസ്സിലാക്കിയവരാണ് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. അത് മനസ്സിലാക്കിയതായ ആത്മാർത്ഥമായ പ്രസംഗമാണ് മന്ത്രി ചെയ്തതും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചെയ്തതും, രണ്ടോളം ചെയ്തത്. അല്ലാതെ ഒരു ചുരുക്കിന് വേണ്ടി പ്രസംഗിച്ച പ്രസംഗമല്ല അത്. അവർ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഇന്നലെ പലരും അവിടെ കൊല്ലത്ത് വെച്ച് പലരും പ്രസംഗിച്ചു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുള്ളതായ നേതാക്കന്മാർ അവരൊക്കെ പറഞ്ഞത് ഏകദേശം ഇതിന് തുല്യമായതായ പ്രസംഗങ്ങളാണ്. കാരണം ഈ പ്രസ്ഥാനത്തിനെ പറ്റി അവർ മനസ്സിലാക്കി, ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരെ പറ്റി മനസ്സിലാക്കി, ഇതിൻ്റെ നേതാക്കന്മാരെ പറ്റി മനസ്സിലാക്കി, ഇതിൻ്റെ അണികളെ പറ്റി മനസ്സിലാക്കി. അപ്പോൾ ആരും കുഴപ്പക്കാരല്ല എന്ന് മനസ്സിലായി. പിന്നെ അവർക്ക് ഗുണം ചെയ്തു കൊടുക്കാമല്ലോ. ഇത് ഞങ്ങളെ പൂർവികർക്കും അങ്ങനെ തന്നെയാണ്. ഇവിടെ വന്ന ആളുകൾക്ക് ഗുണം ചെയ്തു കൊടുത്തു ഇവിടുത്തെ മറ്റുള്ള വിശ്വാസികൾ. എന്തുകൊണ്ട്? അവർ കുഴപ്പക്കാരല്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട്. അപ്പോൾ സ്നേഹവും സന്തോഷവും ഒക്കെ ഇവിടെ നിലനിന്ന് പോകണം. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ യോജിപ്പിലാവണം ഇവിടെ ഈ രാജ്യത്ത് ജീവിക്കേണ്ടത്. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ യോജിപ്പിലാവണം. ഇവിടെയുള്ള മറ്റുള്ള ഏതെല്ലാം മതങ്ങളുണ്ടോ ആ മതങ്ങളും മുസ്ലിങ്ങളും തമ്മിൽ യോജിപ്പിലാവണം. മറ്റുള്ള മതങ്ങളൊക്കെ പരസ്പരം യോജിപ്പിലും സ്നേഹത്തിലാവണം. ഇനി മതമില്ലാത്ത ആളുകൾ ഇവിടെ ഉണ്ടാവാം, അവരും തന്നെ മതമുള്ളവരേറ്റ് ഏറ്റുമുട്ടൽ വരാൻ പാടില്ല. അവർ തന്നെ യോജിപ്പിലും സ്നേഹത്തിലൊക്കെ ആവണം. അങ്ങനെ മനുഷ്യൻ എന്നുള്ള നിലക്കുള്ള ഐക്യം അതിലേക്ക് നമ്മൾ പ്രാധാന്യം നൽകുന്നുണ്ട്. അതിൽ യാതൊരു സംശയമില്ല. ആ നിലക്ക് നമ്മുടെ ജനാധിപത്യം സംരക്ഷിക്കപ്പെടാൻ ആവശ്യമാവുന്ന നിലക്ക് നമ്മളെ വോട്ടുകളൊക്കെ നമ്മൾ വിനിയോഗിക്കുമ്പോൾ അതിൽ ശ്രദ്ധിക്കണമെന്നും. ഇപ്പോൾ വോട്ട് ലിസ്റ്റിൽ ചിലർക്ക് പേരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, പലരും തള്ളപ്പെട്ടു എന്ന് പറയും. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ രേഖകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആ രേഖകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് അതിൽ സൂക്ഷിച്ച് അതിനെ സംരക്ഷിച്ച് വെക്കണം നമ്മൾ. അങ്ങനെ ആവശ്യപ്പെടുന്ന രേഖ ഇല്ലാത്തത് കൊണ്ട് തള്ളപ്പെടുകയാണെങ്കിൽ അത് മറ്റൊരു കാര്യം. രേഖ ഉണ്ടായിട്ട് തള്ളപ്പെട്ടാൽ അതിനക്ക് അത് ഹാജരാക്കാനും അത് തെളിയിക്കാനൊക്കെ അവസരങ്ങൾ നമ്മൾക്കുണ്ട്. ആ അവസരങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ അത് തെളിയിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയും വേണം എന്ന് ഉണർത്തിക്കൊണ്ടിട്ട് ഇവിടെ ഈ യാത്രക്ക്, ഈ സന്ദേശയാത്രക്ക് ഇവിടെ രാജകീയമായ നിലക്കുള്ള സ്വീകരണമാണ് ലഭിക്കപ്പെട്ടുള്ളത്. യാതൊരു സംശയമില്ല. അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും അള്ളാഹു എല്ലാ നിലക്കുള്ള ഹൈറും ബർക്കത്തും ഒക്കെ എല്ലാ മേഖലയിലും അള്ളാഹു ചെയ്തു തരട്ടെ. എല്ലാ ഷറുകളിൽ നിന്ന് നമ്മളെയും അവയൊക്കെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഈ രാജ്യത്തിൻ്റെ നന്മ നിലനിർത്താൻ ആവശ്യമാവുന്ന പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കാനും അങ്ങനത്തെ പ്രവർത്തനങ്ങളിൽ ഭാഗവെക്കാവാനുള്ള തൗഫീഖും അതിനുള്ള കഴിവുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകട്ടെ. 2026 ഫെബ്രുവരി 4 മുതൽ 8 വരെ കാസർഗോഡ് ജില്ലയിലെ കുനിയിൽ വെച്ച് നടത്തപ്പെടുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഐതിഹാസികമാവുന്ന അന്താരാഷ്ട്ര സ്വഭാവത്തിലുള്ളൊരു സമ്മേളനമാണ്. ആ സമ്മേളനത്തിൻ്റെ വിജയത്തിന് വേണ്ടി ഓരോരുത്തരും പ്രാർത്ഥിക്കണം. ആ സമ്മേളനത്തിൻ്റെ വിജയത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരിൽ നിന്നുണ്ടാവണം. അതിലെല്ലാവരും ഭാഗവെക്കാവണം. എല്ലാവരെയും അതിലേക്ക് ക്ഷണിച്ചു കൊണ്ടിട്ട് നിങ്ങൾ നൽകിയതായ ഈ സ്വീകരണത്തിനിക്ക്
എല്ലാ നിലക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടിട്ട് നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ രാജ്യത്തിന് വേണ്ടിയും നിങ്ങളുടെ രാജ്യത്തിൻ്റെ എല്ലാ പുരോഗതിക്ക് വേണ്ടിയും ഞങ്ങൾ ദുആ ചെയ്യുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ടിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും.